പാലക്കാട് തച്ചനാട്ടുകരയിൽ നിപ്പ സ്ഥിരീകരിച്ച യുവതിയെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 10 വയസ്സുകാരിയെ നേരിയ പനിയെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദീപക് തർമ്മണം വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിപ്പ അടിക്കടി ഇങ്ങനെ കേരളത്തിൽ വരുന്നതിനെ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ തുടരെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി നിപ്പ വരുമ്പോൾ ഇതിലൊരു കോമൺ സോഴ്സ് എവിടെയോ കേരളത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ കുലങ്കുഷമായ ആരോഗ്യവകുപ്പ് ആലോചിച്ചും അതിൻ്റെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും ആരോഗ്യവകുപ്പിൻ്റെ തലപ്പത്ത് നിന്നും മനസ്സിലായത്. ഇപ്പോഴാണെങ്കിൽ 3 ജില്ലകളിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഈ 3 ജില്ലകളിൽ ഇപ്പോൾ സമ്പർക്ക പട്ടിക നീളുകയാണ്. മലപ്പുറത്ത് 228, പാലക്കാട് 110, കോഴിക്കോട് 87. ഈ രീതിയിലാണ് സമ്പർക്ക പട്ടിക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോടാണെങ്കിൽ 87 പേരും ആരോഗ്യ പ്രവർത്തകരാണ് എന്നുള്ളതാണ്. കോഴിക്കോട് നഗരത്തിലെ മേത്ര ആശുപത്രിയിൽ വെച്ചാണ് ഈ രോഗി മരിക്കുന്നത് ആദ്യം. അത് കഴിഞ്ഞ് അവരെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഈ 2 ഇടങ്ങളിലുമുള്ള ആരോഗ്യ പ്രവർത്തകർ ഇതിൽ സമ്പർക്ക പട്ടികയിലേക്ക് വരികയാണ്. മാത്രവുമല്ല, ഈ മേത്ര ആശുപത്രിയിൽ നിന്നും ട്രൂനെറ്റ് പരിശോധന അവസാനമാണ് നടത്തുന്നത്. ആദ്യം നടത്തിയിരുന്നെങ്കിൽ സ്വാഭാവികമായും ഈ ഡെത്ത് കൺഫേം ചെയ്യാൻ വേണ്ടി പോകുന്ന അവർക്ക് ജാഗ്രത പാലിക്കാൻ പറ്റുമായിരുന്നു. യഥാർത്ഥത്തിൽ ഓർഗൻ ഡൊണേഷന് മാത്രമാണ് അത്തരമൊരു ഡെത്ത് കൺഫർമേഷൻ്റെ ആവശ്യമുള്ളത്, സർക്കാർ തല സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ളത്. പക്ഷേ എന്നാൽ ഒരു ഡെത്ത് കൺഫർമേഷന് വേണ്ടി മെഡിക്കൽ കോളേജിൽ നിന്നും ബീച്ച് ആശുപത്രിയിൽ നിന്നൊക്കെ ഡോക്ടേഴ്സ് പോകുന്നൊരു സാഹചര്യമുണ്ടായി. മറ്റൊന്ന്, ഈ മൗലാനയിലെ രോഗി, ആ രോഗിയും ഇപ്പോഴും അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, 3ഓളം രോഗികൾ ICUവിൽ തന്നെയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത്, അതായത് അനാവശ്യമായി യാത്രകൾ ഒഴിവാക്കിയുള്ള ഒരു ജാഗ്രത ഇത്തരം മേഖലയിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മലപ്പുറം ജില്ലയിലെ 20 വാർഡുകൾ, ആ 20 വാർഡുകൾ മക്കരപ്പറമ്പ്, മങ്കട, അതുപോലെ കൂട്ടിലങ്ങാടി, ഈ 20 വാർഡുകളിൽ പനി സർവേലൻസ് നടത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് വളരെ കൃത്യമായ ജാഗ്രത പാലിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഈ ജാഗ്രത പാലിക്കുന്നതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. കാരണം നിപ്പയുടെ ഒരു വലിയ അവസ്ഥ നമ്മൾ കണ്ടതാണ്. കോഴിക്കോട് നഗരമാകെ അടച്ചിട്ട ഭീതിജനകമായ ഒരു അവസ്ഥ, ലിനി സിസ്റ്ററുടെ മരണവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത, ഭീതിയല്ല ജാഗ്രതയാണ് വേണ്ടത്. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിപ്പ ബാധ ലേശം ഭീതി ഉണ്ടാക്കുന്നുണ്ട്, ജാഗ്രത പാലിക്കുക.